ദൃശ്യം ത്രീയുടെ ആവശ്യം ഉണ്ടായിരുന്നു. 2-ൽ തന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സും എല്ലാം അവസാനിപ്പിച്ചാണല്ലോ. ഈ 3-ൽ എന്താണ് ഇവർ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണിച്ച് വെച്ചേക്കുന്നത്? 2-ൻ്റെയും 1-ൻ്റെയും ഒക്കെ അടുത്ത് 3 നിൽക്കുമോ? ഇതിനകത്ത് ഭയങ്കര ട്വിസ്റ്റുകളൊക്കെ ഉണ്ടോ? ഇതൊരു വൻ വിജയമായിരിക്കുമോ അതോ ഇത് ഫ്ലോപ്പ് ആകുമോ? ഭയങ്കര എക്സ്പെക്റ്റേഷനിലൂടെ നമ്മൾ പോകണോ? ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകണോ ഇല്ലയോ? എല്ലാം നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് മൂവി കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലൂടെ പോയ ഒരാളല്ല. ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് ഭയങ്കര സംഭവം, ഭയങ്കരമായ ട്വിസ്റ്റുകളും ടേണുകളും കാണാം എന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പടം ഇതിൻ്റെ ഒരു 2-ൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു ജോർജ് കുട്ടി പടമാണ്. ലാലേട്ടൻ ജോർജ് കുട്ടി പടമാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അതിന് മുന്നേ തന്നെ കാര്യം ഇതിനകത്ത് ഞാൻ ഒരേ ഒരു മനുഷ്യനെയാണ് അവസാനം വരെ കണ്ടതും, അവസാനം വരെ ആ മനുഷ്യനിലൂടെയാണ് ഈ ഫിലിം പോയതും. അത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ ഫിലിം പോകുന്നത്. ഇമോഷൻസിലൂടെ, ആ പുള്ളിക്കാരൻ്റെ വിചാരങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും മനസ്സിലൂടെയും ജോർജ് കുട്ടി ഇപ്പം എന്ത് ചിന്തിക്കും, ജോർജ് കുട്ടി ഇപ്പം എന്ത് ചെയ്യും, ജോർജ് കുട്ടി ഇപ്പം എങ്ങനെയായിരിക്കും, കഷ്ടം തന്നെ, ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. അതാണ് ഞാൻ ഓരോരുത്തരും ഓരോ ലെവലിലാണ് മൂവി കാണുക, ആസ്വദിക്കുക. അപ്പം ഞാൻ ആസ്വദിച്ചത് ഈ ലെവലിലാണ്. കാര്യം എനിക്ക് വിഷമമായിരുന്നു. ആകെക്കൂടെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോർജ് കുട്ടിയുടെ ആ ഒരു വരിഞ്ഞു മുറുകലുണ്ടല്ലോ, അത് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു വരിഞ്ഞു മുറുകൽ, ആ ഒരു കഥാപാത്രം ഇങ്ങനെ അനുഭവിക്കുന്ന സ്ട്രെസ്സ് എനിക്ക് ഫീൽ ചെയ്തു. അത് ലാലേട്ടൻ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ട്വിസ്റ്റും സംഭവങ്ങളൊന്നും എനിക്കിതിനകത്ത് ഭയങ്കരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാര്യം ആ ട്വിസ്റ്റുകൾ അങ്ങനെയില്ല, എന്നാലും ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറയാവുന്നത് D1 D2, അതായത് ദൃശ്യം 1ഉം 2ഉം അത് വേറെ തന്നെയാണ്. D3 അതായത് ദൃശ്യം 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഇമോഷണലായിട്ട് പോകുന്നൊരു സീരീസായി ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. D1 D2വിനെ പോലെ അല്ല. D1 D2 ഒക്കെ D1 ഒക്കെ വേറെ ലെവൽ, ദൃശ്യം 1 ഒക്കെ വേറെ ലെവൽ. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇങ്ങനൊരു കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വലിയൊരു വിപത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക, അതാണ് ഈ ഫസ്റ്റ് ഹാഫ്. അല്ലാതെ അതിനകത്ത് ഭയങ്കര ഒരു ആദ്യം തന്നെ അതിനകത്ത് പഴയ കാര്യങ്ങൾ, പിന്നെ ഇവർ ഇങ്ങനെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്, അതിലിങ്ങനെ പോകുന്നു. അതിനകത്ത് പുതിയ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. വീണ നന്ദകുമാർ. പിന്നെ ഇതിനകത്തുള്ള നെഗറ്റീവ്സ് എന്ന് പറഞ്ഞ് വീണ നന്ദകുമാർ വന്നിട്ട് എങ്ങോട്ട് പോയെന്നറിയില്ല, അങ്ങ് പോയി. ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങോട്ട് പോയി, എന്തിനു പോയി, ഇനി ഫ്ലോറിൽ വല്ലതും വരുമോ ഇല്ലയോ, അതൊന്നും എനിക്കൊരു പിടിയുമില്ല. എന്തായാലും പുള്ളിക്കാരി വന്നു പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം മിസ്റ്റർ പെർഫെക്റ്റ് അല്ല. അതിനകത്ത് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിനുള്ള കുറവുകളും ഇതിനകത്ത് എനിക്ക് തോന്നി, നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, അല്ലേ? അപ്പം നമ്മൾ ഒരു വലിയൊരു കുറ്റം ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ നോക്കുന്നു, ഇതാക്കാൻ നോക്കുന്നു, എല്ലാ തരത്തിൽ നിന്നും ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി, അല്ലേ? അപ്പോൾ ഈ ജോർജ് കുട്ടിയുടെ ഭാഗത്തും നെഗറ്റീവ്സും മിസ്റ്റേക്കുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വിചാരിക്കും ജോർജ് കുട്ടി എന്താ ശ്രദ്ധിക്കാത്തത്, ജോർജ് കുട്ടിക്ക് എന്ത് പറ്റി ഇങ്ങനെ. അപ്പം ജോർജ് കുട്ടിയുടെ മിസ്റ്റേക്കുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുക, ഇത്രയും നോക്കിയ ആൾക്ക് ഇത് നോക്കിക്കൂടെ, ഇത്രയും നോക്കിയ ആൾ ഇതെന്താ കേൾക്കാത്തത്, അങ്ങനത്തെ കാര്യം. അത് സിനിമയിലൊക്കെ ചിലപ്പോൾ സംഭവിക്കും, പക്ഷെ ലൈഫിലൊക്കെ എന്താണെങ്കിലും ഒരു കുറ്റം മറയ്ക്കുന്ന ആൾക്കുടെ ഭാഗത്തുനിന്ന് എന്തായാലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതുപോലെ മിസ്റ്റേക്കുകളിനകത്ത് ജോർജ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നത്, ആ ഇൻ്റർവെൽ കൊണ്ട് നിർത്തുന്നത് ഒരാളുടെ എൻട്രിയിലാണ്. ആ ആളുടെ എൻട്രിയിലൂടെയാണ് പിന്നെ അങ്ങോട്ട് കഥ സെക്കൻഡ് ഹാഫിലാണ് കഥ ഇങ്ങനെ ആ ഒരു ജിത്തു ജോസഫിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെയാണ് അങ്ങോട്ട് കുറേ കാര്യങ്ങളും, ഇനി അങ്ങോട്ട് ആ ലാസ്റ്റത്തൊക്കെ പടം കുറേ നേരം ഉണ്ട്, 2.5 മണിക്കൂർ സംതിങ് ഉണ്ട് കേട്ടോ പടം. അപ്പം ആ ഫസ്റ്റ് ഹാഫ് കുറച്ചിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട്, എന്നാലും എനിക്ക് ബോറൊന്നും അടിച്ചത്, ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ സെക്കൻഡ് ഹാഫിൽ തൊട്ട് പടം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് നമുക്ക് വെപ്രാളമാണ്. എനിക്ക് വെപ്രാളമായിരുന്നു. കഷ്ടം, നമ്മളിങ്ങനെ എനിക്കൊരു വീർപ്പ് മുട്ടൽ ഫീൽ ചെയ്തു കേട്ടോ, കഷ്ടം തോന്നി എന്നുള്ള രീതിയിൽ. ജോർജ് കുട്ടീനെ ആലോചിച്ചിട്ടാണ് കഷ്ടം തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ലാലേട്ടൻ ഗംഭീരം. എനിക്ക് വിഷമമായി ഈ സത്യമായിട്ട് ലാസ്റ്റ് ആയപ്പം. അങ്ങനെ നമുക്കൊരു വിഷമം വരും. ജോർജ് കുട്ടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വിഷമം വരും. ഇമോഷണൽ ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഇമോഷണലാണ് ഇതിനകത്ത് ഫിലിം കണക്ട് ചെയ്യുന്നത്, അല്ലാതെ ത്രില്ലർ രീതിയിലായിട്ട് എനിക്ക് കണക്റ്റ് ആയിട്ടില്ല ഈ പടം. ഇമോഷണൽ രീതിയിലാണ് കണക്റ്റ് ആയിട്ടുള്ളത് ലാലേട്ടൻ്റെ. ഒന്നും പറയാനില്ല. ബാക്കിയുള്ളവർ ലാലേട്ടൻ്റെയും അച്ഛൻ്റെയും മകളുടെയും ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും എനിക്ക് ഫീൽ ചെയ്തു.
ഇതിനകത്ത് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ എന്തായാലും ഇത് എല്ലാവരും പോയി കാണും, എനിക്ക് ഉറപ്പാണ്. ഈ D3 എന്ന് പറയുന്നത് എല്ലാവരും പോയി കാണും. പിന്നെ ഒരു ചോദ്യമുണ്ട്, ചിലവർ ചോദിച്ചു, ഇപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ദൃശ്യം 3യുടെ ആവശ്യമുണ്ടോ? കാര്യം ദൃശ്യം 2ൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്, എല്ലാം കഴിഞ്ഞു. പുള്ളി എന്താണ് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും ജോർജ് കുട്ടി കൊടുത്തു. പിന്നെ ഇനി എന്തോന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ഉണ്ടാക്കിയ ഒരു പ്ലോട്ട് കൊണ്ടുവരാമല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം അതുപോലെ ഇതിനകത്ത് അച്ഛനും മകളുടെയും മറ്റുള്ളൊരു കണക്ഷനും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മീന പിന്നെ എനിക്കൊന്ന് ലാലേട്ടൻ തന്നെ ഇതിനകത്തുള്ള ഈ പടം കൊണ്ടുപോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ലാലേട്ടനാണ് ഉള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മീന ലാലേട്ടൻ്റെ ആ ഒരു കോംബോ. പിന്നെ എസ്തർ ഒരു ന്യൂജനായിട്ട് അത് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശാ ശരത്തും സിദ്ദിഖും ഇതിനകത്ത് വേറിട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. 2ലും കണ്ട പോലെ അല്ല സിദ്ദിഖിനകത്ത്, അതായത് 2ലും 1ലും കണ്ട സിദ്ദിഖല്ല, ഇതിനകത്ത് വേറൊരു സിദ്ദിഖാണ്. അതേപോലെ തന്നെ ആശയും വേറൊരു ആശയാണ്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പം തന്നെ പറയാം. അതുപോലെ മുരളി ഗോപീൻ്റെ ഒരു പോസിറ്റീവ് ഷെയ്ഡ് എനിക്ക് കണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത്. പിന്നെ എനിക്ക് ചിലപ്പോൾ മുരളി ഗോപി അയ്യോ കട്ടായിപ്പോയി പാവം എന്നും എനിക്ക് ഫീൽ ചെയ്തു മുരളി ഗോപീനെ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പാവം പോലീസുകാരെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതിനകത്ത് അയ്യോ ചില സ്ഥലത്തൊക്കെ പകച്ചു പോയി. കഥയുടെ കാര്യമാണ് ഈ പറയുന്നത്, അഭിനയമല്ല കേട്ടോ. പകച്ച് നിൽക്കുന്ന മുരളി ഗോപിനെയൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഇതിനകത്തൊരു പോസിറ്റീവ് ഷെയ്ഡ് മുരളി ഗോപിനെ കാണാൻ സാധിച്ചു. അങ്ങനെ എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയത്തിനെ കുറിച്ചൊന്നും പറയാനൊന്നും നമ്മൾ ആരുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് പലരും പല രീതിയിലായിരിക്കും ഈ മൂവി കാണാൻ പോകുന്നത്, എക്സ്പെക്ട് ചെയ്ത് പോകും. ചിലവർ ഭയങ്കര ട്വിസ്റ്റുകളും അങ്ങനെ ട്വിസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ളതൊന്നും ഇനി ബാക്കിയൊന്നും ഇല്ല ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ 2ലെ ട്വിസ്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ ഭയങ്കര ട്വിസ്റ്റുകളുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കണം, ട്വിസ്റ്റ് ഉണ്ടാക്കി ഇടേണ്ടി വരും. അതിൻ്റെ ഓവർ ട്വിസ്റ്റുകൾ ഇടാതെ ഇത് ഇമോഷണൽ ഫാമിലി ആ രീതിയിലാണ് ഈ പടം പോയേക്കുന്നത് കേട്ടോ. ഓവർ ട്വിസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടും നടക്കാത്ത കാര്യങ്ങളൊക്കെ ആയിപ്പോവും, മനസ്സിലായോ? എന്തായിരുന്നാലും എനിക്കിതാ ഫീൽ ചെയ്തത്, ഇത് ഒരു ജോർജ് കുട്ടി പടമാണ്, ലാലേട്ടൻ പടമാണ്, ലാലേട്ടൻ ഇമോഷണൽ പടമാണ്. എനിക്കും ഭയങ്കരമായ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് നെഞ്ചിനകത്ത് ഇങ്ങനെ ഒരു വേദനയായിരുന്നു. കഷ്ടം, കഴിഞ്ഞാൽ മതിയോ, വിഷമം തോന്നുന്നു. അയ്യോ ഇത് മതി ജോർജ് കുട്ടി വിഷമിച്ചെന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ. മതി ഇത് കഴിഞ്ഞ ഈ ദുഃഖഭാരം ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരിതല്ലേ. അപ്പോൾ ആ ഒരു വീർപ്പ് മുട്ടൽ എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത്. ആ ഇമോഷനാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് OTTയിൽ ഇറങ്ങും. ഇതിനകത്ത് പല അഭിപ്രായം ഉണ്ടാവും കേട്ടോ. മിക്കവാറും ഇതിനകത്ത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ 2 അഭിപ്രായം എന്തായാലും ഉണ്ടാവും ഇതിനകത്ത്. കാര്യം ആൾക്കാർ പല രീതിയിലല്ലേ ഇത് കാണാൻ പോകുന്നത്, ആഗ്രഹിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പെക്ട് ചെയ്യാം. OTTയിൽ എത്തുമ്പോൾ ഇത് 1 ടൈം വാച്ചബിൾ മൂവി, 1 ടൈം കാണാം. 1ഉം 2ഉം കാണാനാണ് പ്രത്യേക ഒരു ഭംഗി, പ്രത്യേക ഒരു രസം. 1ഉം 2ഉം കാണാനായിരിക്കും, ഈ 3 വെച്ച് പോകുമ്പോൾ 1ഉം 2ഉം കാണാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. എന്തായിരുന്നാലും ഇതൊരു ഇമോഷണൽ ഫാമിലി ത്രില്ലർ അങ്ങനെ ആ രീതിയിലേക്ക് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ, എല്ലാവരും പോയി കാണാൻ. ലാലേട്ടൻ്റെ ആ ഒരു മനസ്സിൽ തട്ടുന്ന ഒരു അഭിനയമാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.